ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത ഏറെ സമാഗതമായി കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ വീണ്ടും എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ ധ്യാനിക്കുവാനായിട്ട് ഒരുമിച്ച് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു വന്നിരിക്കുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ ആ വരവിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കമാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. കർത്താവിൻ്റെ വചനം കേട്ട് ചെയ്യുന്ന ബുദ്ധിമാന്മാരായിട്ട് നമ്മുടെ തലമുറയിൽ സാക്ഷ്യം വഹിക്കേണ്ടതിന് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഗിരിപ്രഭാഷണത്തിലെ ഭാഗ്യവർണ്ണനകളാണ് നമ്മൾ ചിന്തിക്കുവാനിടയായിട്ട് തീരുന്നത്. മൂന്നാമത്തെ കാര്യമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. 3 ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ആരിൽ നിന്നാണ് പഠിക്കുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിൽ നാം ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ ലളിതമായ ഉത്തരമാണ്. നമ്മുടെ ഗുരുനാഥനായ കർത്താവിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് കർത്താവിൽ നിന്ന് വചനം കേൾക്കാനും പഠിക്കാനും ആവശ്യമുണ്ട് എന്നുള്ളതായ വളരെ കാതലായ പാഠം നാം ചിന്തിക്കുകയായിരുന്നു. ഇതൊരു ഔട്ട്ലൈനാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. എങ്കിലും അതിൽ തന്നെ നമുക്ക് പ്രായോഗികമാക്കി സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കട്ടെ. കർത്താവിൽ നിന്ന് വചനം പഠിച്ചാൽ വചനം ചെയ്യുന്ന ചില ക്രിയകൾ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കാനായിട്ട് തുടങ്ങിയായിരുന്നു. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ചെയ്യുന്ന ചില ക്രിയകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചതാണ്. വായിച്ചില്ലെങ്കിലും വളരെ പരിചയവും നമ്മിൽ പലർക്കും മനഃപ്പാഠം അറിയാവുന്ന വാക്യവുമാണത്. ഇനിയും അത് വായിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുകയാണ്. വചനം ചെയ്യുന്ന 4 കാര്യങ്ങൾ നമുക്ക് അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദ്യത്തെ കാര്യം ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറയാനിടയായിട്ട് തീർന്നിരുന്നു. ദൈവത്തിൻ്റെ വചനം, നമ്മൾ കർത്താവിൽ നിന്ന് പഠിക്കുന്ന വചനം ഉപദേശത്തിന് ഉതകുന്നതാണ്. അതുകൊണ്ട് ആ ബന്ധത്തിൽ എത്ര വിസ്തൃതമായിട്ടും ഈ കാര്യം നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ അവിടെ നിന്ന് വളരെ സംക്ഷിപ്തമായിട്ടും ഓർക്കണം എന്ന് ആഗ്രഹിച്ചതായ കാര്യം, ദൈവത്തിൻ്റെ വചനത്തിൽ എല്ലാ വിഷയങ്ങൾക്കുമുള്ളതായ ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആവർത്തന പുസ്തകം 27-ാം അധ്യായം നിങ്ങൾ ഒന്ന് വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നമ്മൾ വായിക്കുന്ന പോർഷനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഈ ആഴ്ചയിൽ പലവട്ടം വായിച്ച് കാണുമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ 27-ാമത്തെ അധ്യായം നമ്മൾ, അതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലുള്ള ധാരാളം ഉദാഹരണങ്ങൾ ആവർത്തന പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഞാനത് പറയുന്നതിൻ്റെ കാരണം, ഞാൻ വായിച്ച ബന്ധത്തിൽ വളരെ സ്പർശകമായിട്ട് ആ അധ്യായം തീർന്നു എന്നുള്ളതുകൊണ്ട് അതൊരു ഉദാഹരണമായിട്ട് പറയാം എന്ന് വിചാരിക്കുകയായിരുന്നു. 27-ാം അധ്യായത്തിൽ 1-2 പ്രയോഗങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എങ്കിലും ഒന്നങ്ങ് പറഞ്ഞു പോകട്ടെ. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഈ ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങളെല്ലാം എവിടെ എഴുതാൻ പറയുന്നുണ്ട്? എവിടെയാണ് എഴുതാൻ പറയുന്നത്?
തുടക്കം തന്നെ കുഴപ്പമായി. എവിടെയാണ് എഴുതാൻ പറയുന്നത്? അവിടെ കല്ല് നാട്ടുവാനും ആ കല്ലിൽ കുമ്മായം തേക്കാനും ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങളെല്ലാം അതിലെഴുതാനും പ്രത്യേകിച്ചുള്ള നിർദ്ദേശം കൊടുക്കുകയാണ്. ദൈവം എഴുതി കൊടുത്ത പ്രമാണങ്ങളുമൊക്കെ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ സാമാന്യ ജനം ഏറ്റവും ശരിയായി സൂക്ഷിക്കേണ്ട നിയമങ്ങൾ, വചനങ്ങൾ അങ്ങനെ ആർക്കും വായിച്ച് മനസ്സിലാകത്തക്കവണ്ണം അത് രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാനിത് എടുത്തു പറഞ്ഞതിനൊരു കാരണമുണ്ട്. ഞാൻ ഈ അധ്യായത്തിലൂടെ പോകുമ്പോൾ ഈ വാക്യം വായിച്ചപ്പോൾ ഓർത്തതായ ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനം അത്യാവശ്യമുള്ള ഉപദേശങ്ങൾ വേദപുസ്തകത്തിൽ നമുക്കുണ്ട്. നമുക്കത് വായിക്കാം, മനസ്സിലാക്കാം. പക്ഷെ നമുക്ക് എപ്പോഴും കാണാവുന്ന നിലയിൽ നമ്മുടെ വീട്ടിലും ഒക്കെ അത്യാവശ്യമുള്ള വചനങ്ങൾ എഴുതി വെക്കുക എന്നുള്ളത്, അതിൽ തന്നെ എല്ലാം എഴുതി വയ്ക്കാൻ പറ്റുകയില്ലായിരിക്കാം, എന്നാൽ വളരെ അത്യാവശ്യമുള്ളതായ വചനങ്ങൾ എഴുതി വയ്ക്കാനായിട്ട് സാധിക്കുന്നത് അത് എപ്പോഴും കാണാനും വായിക്കാനും കൂടുതൽ പരിചയപ്പെടുന്നതിനും മുഖാന്തരമായിട്ട് തീരാവുന്നതാണ്. അപ്പം ഞാനവിടെ ഓർത്തൊരു കാര്യം, ദൈവം എത്ര കൃത്യമായിട്ടാണ് തൻ്റെ ജനം തൻ്റെ ഉപദേശങ്ങളും പ്രമാണങ്ങളും മനസ്സിലാക്കി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. 8-ാമത്തെ വാക്യത്തിലെ പ്രയോഗം കൂടി ഒന്ന് എടുത്ത് പറഞ്ഞോട്ടെ. നല്ല തെളിവായിട്ട് എഴുതണം എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ അവർക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുമാറ് ഈ വചനങ്ങൾ എഴുതണം എന്നുള്ളതായ നിർദ്ദേശം ദൈവാത്മാവ് നൽകുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ കാര്യം, നമ്മൾ ആ 27-ാം അധ്യായത്തിലൂടെ തന്നെ പോകുമ്പോൾ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ചും കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ടതായ എത്രയോ പ്രധാനപ്പെട്ട സത്യങ്ങളാണ് അവിടെ എഴുതി ദൈവജനത്തിൻ്റെ നടുവിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നത് എന്നുള്ളതായ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ മനോഹരമായ പാഠം ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാൻ അവിടുന്ന് ഒരു കാര്യം ഒന്ന് എടുത്ത് പറയണം എന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ വിചാരിച്ചെങ്കിലും അതെടുത്ത് പറയാനായിട്ട് സാധിച്ചില്ല. നമുക്കറിയാം, ഇവിടെ ആവർത്തിക്കുന്നതായൊരു പ്രയോഗം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. എങ്കിലും ഞാൻ ഒരു വാക്യമാകുന്നതിന് ഉദാഹരണമായിട്ടൊന്ന് വായിക്കാം. 27-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവം വെളിപ്പെടുത്തുന്ന, എഴുതിക്കൊടുത്തതായ വളരെ സുപ്രധാനമായൊരു നിയമം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചോളൂ. അപ്പോൾ അവിടെ അതിലെ 2-ാമത്തെ വാചകം 12 പ്രാവശ്യം ആ അധ്യായത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഏത് വാചകമാണ്? ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അപ്പോൾ ഓരോ നിയമങ്ങളും അവിടെ രേഖപ്പെടുത്തപ്പെടുമ്പോൾ, അതവരെ അറിയിക്കുമ്പോൾ ജനം ആ സത്യത്തെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം. അതിലെ ഒരു വാക്ക് ഞാനൊന്ന് അടിവരയിട്ടോട്ടെ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അപ്പോൾ അവിടെ ദൈവം തന്നെ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തുന്ന ഉപദേശങ്ങളോട് ഓരോരുത്തരും വ്യക്തിപരമായി പ്രതികരിക്കണം എന്നുള്ളതായ വിലപ്പെട്ട സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവിടെ നിന്നൊരു കാര്യം ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരാൾക്ക് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഞാനൊന്നും ഇത് അറിഞ്ഞില്ലല്ലോ എന്ന്
അവർക്കാർക്കും പറയാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിൻ്റെ വചനവും വളരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തുകയും ഓരോരുത്തരും വ്യക്തിപരമായി അതിനോട് ആമേൻ പറഞ്ഞ് യോജിക്കുകയും ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അപ്പം ഞാൻ അവിടെ നിന്നൊരു ദൂത് പറയട്ടെ. ഈ ആവർത്തന പുസ്തകം 27-ാം അധ്യായം നമുക്ക് നൽകുന്ന സന്ദേശം, ഈ നാളുകളിൽ ഈ മാസങ്ങളിലൊക്കെ നമ്മൾ ആവർത്തന പുസ്തകം ഇങ്ങനെ ധാരാളം വായിക്കുകയും അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഈ പാഠങ്ങളോട് ദൈവസന്നിധിയിൽ വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്വവും വിശ്വസ്തയോടു കൂടി നിർവഹിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ ആവർത്തിച്ചുള്ള പ്രയോഗം വായിച്ചപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായൊരു അനുഭവം ഓർക്കാനിടയായിട്ട് തീർന്നു. ഞാൻ അന്നും ദൈവവചന ശുശ്രൂഷയിൽ അത് പറഞ്ഞിട്ടുണ്ട്, മണ്ണൂർ സഭയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിലൊരാൾക്കൊരു ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വന്നപ്പോൾ അപ്പോൾ അവിടുന്ന് ഒരു പ്രിൻ്റ് ചെയ്ത ഫോമിൽ സമ്മതം ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു. സമ്മതം ഒപ്പിട്ട് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ എന്നെ അന്ന് വളരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. പ്രിൻ്റ് ചെയ്തൊരു ഫോമിൽ സമ്മതം ഒപ്പിട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ താഴെ ബ്ലാങ്കായിട്ട് കുറച്ച് സ്ഥലം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ രീതി ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെയുള്ള ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ബ്ലാങ്കായിട്ടുള്ള സ്ഥലത്ത് മുകളിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം കൈപ്പടയിൽ എഴുതണം. എന്നിട്ട് അതിൻ്റെ കീഴിൽ ഒരു ഒപ്പിട്ട് കൊടുക്കണം. അതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ പ്രിൻ്റ് ചെയ്തതിൻ്റെ താഴെ ഒപ്പിട്ട് കൊടുത്താൽ അത് വേറൊരാൾ ഒപ്പിട്ടതാണെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കാം. പക്ഷെ സ്വന്തം കൈപ്പടയിൽ അതേ കാര്യം തന്നെ എഴുതി അതിൻ്റെ കീഴിൽ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഈ കാര്യത്തിന് ഞാൻ ഉത്തരവാദിയാണ് എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ഉറപ്പിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ. ഈ 27-ാം അധ്യായത്തിലുള്ള ദൈവിക പ്രമാണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊരു വലിയ സത്യം ഉൾക്കൊള്ളാനായിട്ട് ആവശ്യമുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് ഒത്തിരി സത്യങ്ങൾ വായിക്കാനും പഠിക്കാനും മനഃപ്പാഠമാക്കാനും ഒക്കെ ഇടയായിട്ട് തീർന്നപ്പോൾ ഈ സത്യങ്ങളോട് വിശ്വസ്തമായിട്ടുള്ള അനുസരണം സൂക്ഷിക്കുവാനുള്ള വലിയ കടപ്പാട് ദൈവാത്മാവ് അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഈ പ്രത്യേകതയും വ്യക്തിപരമായിട്ട് നമുക്കുള്ള ഉത്തരവാദിത്വവും ഈ ദിവസങ്ങളിൽ വേറിട്ട് ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഇനി ഞാൻ രണ്ടാമത്തെ വാക്കിലേക്ക് വരാം എന്ന് വിചാരിക്കുകയാണ്. രണ്ടാമത്തെ വാക്ക് എന്താണ്? 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ ഉപദേശത്തിന്, രണ്ടാമത്തെ വാക്ക് എന്താണ്? ശാസനത്തിന്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ ശാസിക്കുന്നതാണ്. ഒരു വാക്യം നിങ്ങളുടെ ഓർമ്മയിൽ വന്നു കാണുമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ സഭാകാന്തനായ കർത്താവ് ആരെയാ ശാസിക്കുന്നത് എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ ആ വാക്യം? എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും പിന്നെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കർത്താവ് തൻ്റെ സ്നേഹത്തിൽ നമ്മുടെ പാപങ്ങളെ ശാസിക്കുന്നവനാണ് എന്നുള്ള വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ദൈവവചനത്തിൻ്റെ ആ പ്രയോജനം പറയുമ്പോൾ ഓർപ്പിക്കുന്നത് ഇത് ശാസനത്തിന് ഉതകുന്നതാണ്. അതിൻ്റെ ഉദാഹരണമായിട്ട് നമ്മൾ വായിച്ച വാക്യം മതി എന്ന് ഞാൻ കരുതുകയാണ്. 27-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ കുടുംബത്തിനകത്ത് സൂക്ഷിക്കപ്പെടേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം വ്യക്തമാക്കുകയാണ്.
ആദ്യം നമ്മൾ വായിച്ചതാണല്ലോ അത്. അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ആ വചനം ശരിക്കും ഒരു ശാസനയാണ്. അപ്പോൾ ഈ ലംഘനത്തിൻ്റെ ശിക്ഷ എത്ര ഗൗരവമായിട്ടുള്ളതാണ് എന്നുള്ളതായ കാര്യം തിരുവെഴുത്തിൽ അനേക സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വെളിപ്പാട് 3:19 ഓർപ്പിച്ച ബന്ധത്തിൽ ഞാൻ ഈ വാക്ക് ഒന്ന് എടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ നിയമം എത്രയോ ഖണ്ഡിതമായിട്ടുള്ളതായ നിയമമാണ്. അപ്പം അതുകൊണ്ട് ആ നിയമത്തിൻ്റെ ഗൗരവം ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുക. ആവർത്തന പുസ്തകത്തിൽ തന്നെ നമ്മൾ ധാരാളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടല്ലോ. ശപിക്കപ്പെട്ടവരെന്ന് മാത്രമല്ല, ഈ പാപത്തിന് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നുള്ളത് ആവർത്തന പുസ്തകത്തിൽ തന്നെയുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത്? മരണശിക്ഷ നൽകപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു മകൻ ചെയ്താൽ അവനെ വിളിച്ചൊരു ഗുണദോഷം കൊടുത്ത് ഇങ്ങനെയൊന്നും നീ ചെയ്യരുതിട്ടോ എന്ന് പറയുന്നതല്ല ദൈവത്തിൻ്റെ വ്യവസ്ഥ. പിന്നെയോ വളരെ ഗൗരവതരമായ ശിക്ഷ നൽകപ്പെടുന്നു എന്നുള്ളത് നാം എല്ലാ പ്രാധാന്യത്തിലും ഉൾക്കൊള്ളാനായിട്ട് ആവശ്യമുണ്ട്. ഞാനിത് ഓരോന്നും എടുത്ത് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് 27-ാം വാക്യം വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഈ 27-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഈ വിശദാംശങ്ങളൊന്ന് മനസ്സിലാക്കി ഈ ശാസനകൾ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ സൂക്ഷിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നു എന്ന് വരികിൽ നമ്മുടെ കുടുംബങ്ങൾ എത്രയോ വ്യത്യസ്തമായി തീരും എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ വെളിപ്പാട് 3:19 ഉദ്ധരിച്ചതുകൊണ്ട് ഒരു വാക്ക് ചേർത്ത് ഓർപ്പിക്കട്ടെ. ദൈവം തനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ശാസിക്കും. ആദ്യം ശാസിക്കും. ശാസനയെ കൂട്ടാക്കാതെ വന്നാൽ ദൈവം ശിക്ഷയുടെ വടി ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ധാരാളം ഓർത്തിട്ടുണ്ടെങ്കിലും ആവർത്തന പുസ്തകം പഠിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആവർത്തിച്ച് പറയാൻ വിഷമമില്ലല്ലോ. ധാരാളം നമ്മൾ ഓർത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ ദൈവം നമ്മോടുള്ള സ്നേഹത്തിൽ ആദ്യം ശാസിച്ച് നമ്മെ ക്രമപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ വളരെ മനോഹരമായൊരു സ്നേഹത്തിൻ്റെ വഴിയാണ്. അതുകൊണ്ട് ഈ ആവർത്തന പുസ്തകത്തിൽ നിന്ന് തന്നെ നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ളതായ ശാസനകളിൽ ഇനിയും ഉൾക്കൊള്ളാത്ത ശാസനകൾ, അനുസരിക്കാത്ത ശാസനകൾ ശേഷിക്കുന്നുണ്ട് എന്ന് വരികിൽ പ്രിയപ്പെട്ടവരെ, ഇനിയും സമയം വൈകാനിടയായിട്ട് തീരാതെ ദൈവം തന്ന ശാസനകളോട് വിനയത്തോടെ പ്രതികരിച്ച് അതിനോട് അനുസരണം കാണിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് ശാസനം കൂട്ടാക്കാതെ വരുമ്പോൾ ശിക്ഷയുടെ വടിയെടുക്കുവാൻ നമ്മുടെ ദൈവം നിർബന്ധിക്കപ്പെടും എന്നുള്ളതായ വലിയ സത്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം നൽകിയിട്ടുള്ള ഈ വിലപ്പെട്ടതായ പ്രബോധനങ്ങളും ശാസനകളും ഉൾക്കൊണ്ട് സൂക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. അടുത്ത 2 വാക്കുകൂടി ഞാനൊന്ന് വേഗത്തിൽ സൂചിപ്പിച്ച് മുമ്പോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുന്നു. മൂന്നാമത്തേത്, ദൈവത്തിൻ്റെ വചനം നമുക്ക് ഗുണീകരണ പാഠങ്ങൾ തരുന്നതാണ്. 27-ാം അധ്യായത്തിൽ നിന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞ് വേഗത്തിൽ പോകാമെന്ന് വിചാരിക്കുക. അതിൻ്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 27-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പ്രായോഗിക ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതായൊരു ഗുണീകരണ പാഠം ഉണ്ട്. കൂട്ടുകാരൻ്റെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ജനമെല്ലാം ആമേൻ എന്ന് പറയണം. ഞാനിത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ദൈവം തൻ്റെ ജനത്തിന്
പ്രമാണം കൊടുക്കുമ്പോൾ ചില ഗുണീകരണ പാഠങ്ങൾ വളരെ കൃത്യമായി അവർക്ക് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാപം സാധാരണയുള്ളതായൊരു പാപമാണ്. കാരണം ലോകത്തിൽ മനുഷ്യരുടെ നടുവിൽ ഞാൻ ഓർത്തു, ഇതാ കാലം മുതലേ ഈ പാപത്തിൻ്റെ അപകടം അന്നേ മുതൽ ദൈവജനത്തിന് നടുവിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് വളരെ കൃത്യമായിട്ട് അതിൻ്റെ വ്യവസ്ഥ എഴുതി തന്നിരിക്കുകയാണ്. ഇന്നും എത്രയോ കുടുംബങ്ങളിലാണ് ഈ പാപത്തിൻ്റെ വൈഷമ്യങ്ങളും അസ്വസ്ഥതകളും നമുക്ക് വ്യാപകമായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വാതിലൂടെ പോകുമ്പോൾ എത്രയോ ഗുണീകരണ പാഠങ്ങളാണ് നമ്മുടെ ജീവിതം നന്നാകത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് എഴുതി തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിക്കാനിടയായിട്ട് തീർന്നു. ഒരു സഭയിൽ തന്നെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഞാൻ ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കാനിടയായിട്ട് തീർന്നാൽ, ആ തീരുമാനം വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കാനിടയായിട്ട് തീർന്നാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയോ വ്യത്യസ്തമായൊരു സാക്ഷ്യം ഈ തലമുറയ്ക്ക് കൊടുക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് വ്യാപകമായിട്ടും പിശാച് നമ്മെ തോൽപ്പിക്കാൻ സാധ്യതയുള്ളതായ മേഖലകളിൽ സൂക്ഷ്മതയോടെ ആയിരിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. 4ാമത്തെ വാക്കുകൂടി പറഞ്ഞ് ഞാൻ ഇവിടുന്ന് മുമ്പോട്ട് പോകാം എന്ന് കരുതുകയാണ്. 4ാമത്തെ വാക്ക് ഏതാണ്? നീതിയിലെ അഭ്യാസത്തിന് പ്രയോജനമുള്ളതാണ്. ഇതിനൊരു ഉദാഹരണം ഞാൻ ഈ പഠന വഴിയിൽ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വചനം ഒന്ന് എടുത്തു പറഞ്ഞാൽ മതി എന്ന് വിചാരിക്കുകയാണ്. ഞാൻ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നൊരു വാക്യം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഓർപ്പിച്ചിരുന്നു. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അപ്പോൾ ഈ വാക്കൊന്ന് വിശദീകരിക്കാൻ അത് മതിയാകും എന്ന് ഞാൻ വിചാരിച്ചു. നമുക്ക് ഒന്നുകൂടി ആ വാക്യം ഒന്ന് വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അന്ന് നമ്മൾ ആ വാക്യം ഓർക്കാനിടയായിട്ട് തീർന്നതാണ്. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ, അടുത്ത വാക്യം എന്താണ്? അത് ദൈവത്തിന് പ്രസാദമാണ്. ഒരു ഭാഗം ഞാൻ അന്ന് വിശദീകരിച്ചതാണ്. ഇപ്പോൾ ഈ വാക്കൊന്ന് വിശദീകരിക്കേണ്ടതിന് വേണ്ടി അത് തന്നെ, ആ വാക്യം തന്നെ ഉപയോഗിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ഈ നന്മ ചെയ്തിട്ട് കഷ്ടത്തിലൂടെ കടന്ന് പോയിട്ടുള്ള അനേകർ കഴിഞ്ഞ നാളുകളിൽ എന്നോട് വ്യക്തിപരമായി അവരുടെ വേദനകൾ പറയാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ചില ആളുകൾ ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്. കാരണം അവർ ധാരാളം നന്മകൾ ചെയ്തു, പക്ഷെ അവർക്ക് വല്ലാത്ത ദുഃഖമാണിപ്പോൾ. കാരണം അങ്ങനെ നന്മകളെല്ലാം ചെയ്തെങ്കിലും അത് അനുഭവിച്ച ആളുകളിൽ നിന്ന് വളരെ തെറ്റായിട്ടുള്ള പ്രതികരണമാണ് തിരിച്ചു കിട്ടുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പം ഞാൻ ഇതുവരെ ഗിരിപ്രഭാഷണത്തിലെ ഒരു വാക്യമാണ് അങ്ങനെയുള്ളവരോട് ആശ്വാസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ വചനം എന്നെയും ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഞാനൊത്തിരി ആശ്വാസം കൈക്കൊണ്ടിട്ടുണ്ട്. ഒത്തിരി പേരോടത് പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ ആ വാക്യം ഓർമ്മയിൽ വരുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വാക്യമൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സൂചന പറയുന്നേ ഉള്ളൂ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അത് ഈ ഭാഗ്യവാന്മാരെ തന്നെ ഉള്ളതാണ്. പിന്നെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം
വലുതാകൊണ്ട്, അടുത്ത വാക്കൊന്ന് പറയാമോ? സന്തോഷിച്ചുല്ലസിപ്പിൻ. പിന്നെ പ്രചോദനത്തിന് പറയുക, നിങ്ങൾ മാത്രമൊന്നുമല്ല, നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഇതെത്രയോ ആശ്വാസം നമുക്ക് ഉൾക്കൊള്ളാവുന്നതായൊരു വചനമാണ്. ഞാൻ പിന്നെ അത് പറഞ്ഞോളാം. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഈ പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയ വാക്കുകൾ കണ്ടപ്പോൾ ഇതോട് ചേർത്ത് ചിന്തിക്കാവുന്ന വളരെ മനോഹരമായൊരു പ്രമാണമാണ് നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ 3 വാക്യങ്ങളൊന്ന് മനഃപ്പാഠം പഠിച്ച് സൂക്ഷിക്കാനിടയായിട്ട് തീർന്നാൽ, ഈ ആവർത്തന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വചനം ഹൃദിസ്ഥമാക്കേണ്ടതിന് പ്രാധാന്യം നമ്മൾ എത്രയോ അധികം മനസ്സിലാക്കാനിടയായിട്ട് തീരുകയാണ്. അപ്പോൾ ഈ 3 വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, നന്മ ചെയ്ത് നിങ്ങൾ തിരിച്ച് കഷ്ടം അനുഭവിക്കുന്നതായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുവാൻ ഇടയായിട്ട് തീരുമ്പോൾ, ഈ വചനങ്ങൾ നിങ്ങളെ ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും ഇടയായിട്ട് തീരും. ഞാൻ ഇനി നമ്മുടെ വാക്ക് ഉപയോഗിക്കുകയാണ്. വചനം നീതിയിലെ അഭ്യാസത്തിന് പ്രയോജനപ്പെടുന്നതാണ്. ഈ വാക്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടൊരു വിഷയത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി എന്ന് വരും. സന്തോഷിച്ച് ഉല്ലസിക്കുന്ന സന്തോഷമൊന്നും നിങ്ങളുടെ മുഖത്ത് ഒരുപക്ഷെ പ്രതിഫലിച്ചു എന്ന് വരികയില്ല. പിന്നെ നിവൃത്തിയില്ലോ എന്ന് വിചാരിച്ച് നമ്മളങ്ങ് സഹിക്കാനിടയായിട്ട് തീരും. പക്ഷേ ഇനി ഞാൻ ആ വാക്കൊന്ന് ഉപയോഗിച്ചോട്ടെ. ദൈവത്തിൻ്റെ വചനവും നീതിയിലെ അഭ്യാസത്തിന് ശക്തി പകരുന്നതായ ഒന്നാണ്. നിങ്ങൾ പലവട്ടം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അനുഭവിച്ച് തഴക്കം കിട്ടുവാൻ ഇടയായിട്ട് തീരുമ്പോൾ, ഇങ്ങനെയുള്ളൊരനുഭവത്തിന് മുമ്പിൽ ഒരു മുഖഭാവത്തിൽ പോലും വ്യത്യാസമില്ലാതെ സന്തോഷിച്ചുല്ലസിച്ച് ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഇതിനകത്തിൽ ഓർപ്പിക്കട്ടെ, ചില ആളുകൾ തങ്ങളുടെ പ്രതിസന്ധികളുടെ മുഖത്ത് അനുഭവിക്കുന്നതായ അവരുടെ സന്തോഷം എന്നെ തന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അത്ഭുതത്തോടുകൂടി ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം നീതിയിലെ അഭ്യാസത്തിന് ഉതകുന്നതാണ്. ചേർത്ത് ഒരു വാക്യം കൂടി ഞാൻ പറയുകയാണ്. ഫിലിപ്പിയർ 4-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ ഇതോട് ചേർത്ത് ചിന്തിക്കാവുന്നതായൊരു വാക്യമാണ്. അവിടെ വിചാരപ്പെടാവുന്ന വിഷയങ്ങളിലൊക്കെ മുഖത്ത് നിൽക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ വചനം നൽകിയിരിക്കുന്ന ഒരു വഴി സ്വീകരിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിച്ച് ആ അനുഗ്രഹീതമായ പാഠം പരിശീലിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ ആളനുഭവിക്കുന്ന സമാധാനം എന്ത് സമാധാനമായിരിക്കും എന്ന് പറഞ്ഞേക്കണേ? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം നീതിയിലെ അഭ്യാസത്തിന് മുഖാന്തരമായിട്ടുള്ളതായ വചനമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് വചനം പഠിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ ഈ വചനത്തോടുള്ള അനുസരണം ഏറ്റവും സങ്കീർണമായി തീരാവുന്ന സാഹചര്യത്തിൽ വളരെ സൗമ്യതയോടും ശാന്തതയോടും കൂടെ പ്രതികരിക്കത്തക്കവണ്ണം ഒരു ദൈവ പൈതലിനെ ഒരുക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഗുരുനാഥൻ്റെ കാൽക്കൽ ഇരുന്ന് പഠിക്കാം. അവൻ്റെ സൽഗുണങ്ങൾ ഉള്ളവരായിട്ട് ജീവിക്കാം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ
അവകാശമാക്കും. ഫിലിപ്പിലെ 4-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യോട് പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒരു കൊച്ചു വാക്യം, 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. നിങ്ങളാരെങ്കിലും ഓർക്കുന്നുണ്ടോ ആ വാക്യം? നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. അടുത്ത വാചകം എന്താണ്? കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് അടുക്കൽ വാതിൽക്കലാണ് എന്നുള്ളത് കൊണ്ട് ആ വരവിൽ പ്രിയപ്പെട്ട് ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മെ ഏറ്റവും ആശങ്കപ്പെടുത്താവുന്ന, നിരാശപ്പെടുത്താൻ സാധ്യതയുള്ള ഒട്ടനവധി വിഷയങ്ങളുടെ മുൻപിൽ നമുക്ക് എല്ലാ സൗമ്യതയോടും കൂടെ പ്രതികരിച്ച് ജയാളികളായിട്ട് ജീവിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവിടെ നമ്മുടെ പ്രാണപ്രിയൻ അടുക്കൽ വാതിൽക്കലാണെന്ന് മനസ്സിലാകും തോറും നമുക്ക് ഈ വാക്യം അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ തലമുറയിൽ ജീവിക്കാനും സാക്ഷ്യം വഹിപ്പാനും കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. 4-ാമത്തെ ഭാഗ്യവർണ്ണനയിലേക്ക് ഞാനൊന്ന് പ്രവേശിക്കാം എന്ന് കരുതുകയാണ്. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണിപ്പോൾ ഞാൻ പറയാൻ ഇടയായിട്ട് തീർന്നത്. ഈ ഭാഗ്യവർണ്ണനയിലെല്ലാം തന്നെ ഒരു അസാധാരണ പ്രകൃതമുള്ളതാണ്. അത് നമ്മൾ ഓരോന്നും ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഈ വിശന്നും ദാഹിച്ചിരിക്കുന്ന ആളുകൾ ഭാഗ്യവാന്മാരെന്ന് സാധാരണ നിലയിൽ നമ്മൾ ഈ വിശപ്പും ദാഹവും ഒക്കെ ചിന്തിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണ ആവശ്യത്തിൻ്റെ മുമ്പിലാണല്ലോ ആ വാക്കുകൾ അധികവും നമ്മൾ ഉപയോഗിക്കാറ്. നമ്മൾ വിശപ്പും ദാഹവും ഒക്കെയാണ്, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം അതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ തെളിവുകളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും ഗുരുതരമായ പ്രശ്നം അതാണ്. അതുകൊണ്ട് വിചാരപ്പെടേണ്ടെന്ന് കർത്താവ് പറഞ്ഞപ്പോഴും ആദ്യം പറഞ്ഞത് എന്താണ്? ഇക്കിരി പ്രഭാഷണത്തിൽ തന്നെ ആദ്യം പറഞ്ഞ് എന്തിനെക്കുറിച്ച് വിചാരപ്പെടേണ്ടെന്നാണ്? എന്ത് തിന്നും, എന്ത് കുടിക്കും. അപ്പോൾ സാധാരണ നിലയിൽ ആഹാര സംബന്ധമായ ആ വിശപ്പ്, ദാഹം, അതാണ് സാധാരണ നിലയിൽ നമ്മൾ ചിന്തിക്കുന്നതായൊരു കാര്യം. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കട്ടെ, ഈ വിശപ്പും ദാഹവും നീ ആ വഴി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കോ. അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം ധാരാളം ഭക്ഷിക്കാനുണ്ട്, വിശപ്പില്ല എന്ന് വിചാരിക്കുക. ഇത്രയും ഭക്ഷണമെല്ലാം ലാഭമായല്ലോ, നമ്മളാരെങ്കിലും വിചാരിക്കുമോ? അങ്ങനെ ഒരിക്കലും വിചാരിക്കുകയില്ല. വിശപ്പില്ലായ്മ തുടർന്നാൽ നമ്മൾ അടിയന്തരമായിട്ട് വൈദ്യസഹായം തേടും. കാരണം അത് വല്ലാത്ത കുഴപ്പത്തിലേക്ക് എത്തിക്കുവാൻ ഇടയായിട്ട് തീരും. ചില വർഷങ്ങൾക്ക് മുമ്പ് കുറേ ദൈവമക്കൾ ഒരുമിച്ച് ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ സ്തോത്രം ചെയ്ത വാക്കുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരാൾ സ്തോത്രം ചെയ്തപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാത്തൊരു കാര്യം ചെയ്യാനിടയായി തീർന്നു. കർത്താവേ, ഈ ആഹാരമൊക്കെ കഴിക്കാനുള്ള വിശപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, അതിനായിട്ട് സ്തോത്രം. അതൊരു ചെറിയ കാര്യമല്ല. കാരണം വിശപ്പ് അതിൽ തന്നെ ഒരനുഗ്രഹമായിട്ടാണ് ഇരിക്കുന്നത്. അതൊരു ആരോഗ്യത്തിൻ്റെ ലക്ഷണവുമായിട്ടാണ് ഇരിക്കുന്നത്. വിശപ്പിനൊന്നും കഴിക്കാതില്ലാതെ വരുമ്പോഴാണ് അതൊരു ഭാരമായിട്ട് മാറുവാൻ ഇടയായിട്ട് തീരുന്നത്. ഞാൻ ഇതൊത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഇനി പറയാനായിട്ട് അതൊരാവശ്യമായിട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. അത് വളരെ ക്ലിയറായി പറയുന്നുണ്ട്. നീതിക്കുള്ള വിശപ്പും ദാഹവും. ഇത് അല്പം വിശദമായി പറയേണ്ടതാണ്. എങ്കിൽ ഞാൻ അതിലേക്കൊന്ന് പ്രവേശിച്ച് നിർത്താം എന്ന് കരുതുകയാണ്.
നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ കണക്കിട്ട നീതി വളരെ അതിശയകരമായൊരു നീതിയാണ്. നമ്മുടെ കർത്താവിൻ്റെ നീതി നമ്മിൽ ഓരോരുത്തരുടെ പേരിലും സ്വർഗത്തിലെ ദൈവം കണക്കിട്ടു. ഞാനിത് ആവർത്തിച്ച് പറയാറുണ്ടെങ്കിലും പറയുമ്പോഴൊക്കെ എനിക്ക് അത്ഭുതമാണ്. കാരണം ഒരു പാപി യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് വിശ്വാസത്താൽ സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ പാപിയുടെ മേൽ കണക്കിടുന്ന നീതി നീതിമാനായ യേശുക്രിസ്തുവിൻ്റെ നീതിയാണ്. ഈ റോമാലേഖനത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളതായ മനോഹരമായ സത്യം ദൈവത്തിൻ്റെ ദാസൻ വിശദീകരിക്കുമ്പോൾ എന്തു ഭംഗിയായിട്ടാണ് ആ കാര്യം വ്യക്തമാക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവമക്കളായ നമ്മളെപ്പോഴും ഓർത്തിരിക്കണം, ഞാൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടയാളാണ്. സ്വർഗത്തിലെ ദൈവം എൻ്റെ മേൽ കണക്കിട്ടുള്ളതായ നീതി യേശുക്രിസ്തുവിൻ്റെ നീതിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്ന് സൂചിപ്പിക്കാം. നമ്മൾ എത്രത്തോളം നീതിയോടെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഒരു ഉത്തരം പറയാമോ? ഒരു ഉത്തരം വായിക്കാം നമുക്ക്, അതായിരിക്കും എളുപ്പം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ദൈവാത്മാവ് എന്താ വ്യക്തമാക്കുന്നത്? നാം നീതിയോടെ ജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇതുകൊണ്ട് ഒന്ന് കണക്ട് ചെയ്യട്ടെ. യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ മേൽ കണക്കിട്ടു എന്നുള്ളതായ ആ തിരിച്ചറിവുള്ള ദൈവമക്കളായ നമുക്ക് ഓരോ ദിവസവും ജീവിക്കുമ്പോൾ, ഓരോ കാര്യങ്ങളിലും ഏർപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള പ്രമാണം ഇതാണ്. ഈ വാക്കുകൾ എന്ത് മനോഹരമാണ്. ആദ്യം അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാൻ ആകുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതൽ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ ലക്ഷ്യമാക്കുന്നത് യേശുക്രിസ്തു നീതിമാനായിരിക്കുന്നത് പോലെ എനിക്കും നീതിയോടെ ജീവിക്കണം. ഇതാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ഞാൻ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവൻ ആയിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ ഒരു വിശദീകരണം കൂടി ചേർത്ത് പറയാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് ചിന്തിക്കാനൊരു വഴിയും പറഞ്ഞു തരാം. ഈ സ്റ്റാൻഡേർഡാണ് ഞാൻ ലക്ഷ്യമാക്കുന്നതെങ്കിൽ എനിക്ക് നീതിക്ക് വിശന്ന് ദാഹിക്കുന്ന അനുഭവം ഉണ്ടാകും. ഇനി ഇതിൻ്റെ താഴെയുള്ള ചില സ്റ്റാൻഡേർഡുകളുണ്ട്. അത് നിങ്ങൾ ഈ ആഴ്ച ഒന്ന് ചിന്തിച്ചോളൂ. ഒരെണ്ണം ഞാൻ പറയാം. എനിക്കൊരു സാമാന്യ നീതിയിൽ ജീവിക്കണമെന്നേ ലക്ഷ്യമുള്ളൂ എന്ന് വിചാരിക്കുക. പോലീസുകാരൊന്നും എന്നെ പിടിക്കാതെ രക്ഷപ്പെട്ട് ജീവിക്കത്തക്കവണ്ണമുള്ള ഒരു നീതിയെ ഞാൻ ലക്ഷ്യമാക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അത്രേ ലക്ഷ്യമുള്ളൂവെങ്കിൽ ഓരോ ദിവസവും ഓരോ പകൽ ജീവിച്ച് കഴിയുമ്പോൾ ദൈവമേ, ഇന്ന് കാര്യം നീതിയോടൊക്കെ എൻ്റെ ഭാഗത്തുണ്ടായാലെങ്കിലും എന്നെ പോലീസൊന്നും പിടിക്കാനോ അതിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് വളരെ സംതൃപ്തിയോടെ വൈകുന്നേരം കിടന്ന് ഉറങ്ങാം.
നിങ്ങളുടെ മുമ്പിൽ വെച്ചതായ ടാർഗറ്റ് അതേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് നീതിക്കുള്ള വലിയ വിശപ്പ് ഉണ്ടാകാനുള്ളതായ സാധ്യതയില്ല. ഞാൻ ആദ്യം പറഞ്ഞതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അതാണ് നിങ്ങൾ മുമ്പിൽ വച്ചിരിക്കുന്ന ടാർഗറ്റെങ്കിൽ, ഓരോരോ കൊച്ചു കാര്യങ്ങളിലും ഞാൻ തെറ്റിയല്ലോ, ഇതെൻ്റെ കർത്താവിൻ്റെ നീതിക്ക് ഒക്കുന്നതല്ലല്ലോ, എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരല്ലോ, എനിക്കുള്ള കൽപ്പന അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യണമല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ ഉന്നതമായ ഉൾക്കാഴ്ച നീതിക്കുള്ള വിശപ്പും ദാഹവും നമ്മിൽ തരും. അതാണ് ഭാഗ്യം. നമുക്ക് ആ കുറവുകളെ തിരുത്തി നമ്മുടെ പ്രാണപ്രിയൻ്റെ നീതിയോട് ഉള്ള ഏകീഭാവത്തിൽ ഓരോ ദിവസവും ജീവിക്കാനായിട്ട് സാധിക്കും. ഞാൻ അടുത്ത ആഴ്ച 1-2 ഉദാഹരണങ്ങളൂടെ പറയാം. അത് കൂടുതൽ വ്യക്തമാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മെ കർത്താവ് വില കൊടുത്ത് നീതീകരിച്ചപ്പോൾ ഈ ഭൂമിയിൽ നാം നീതിയോടെ ജീവിച്ച് സാക്ഷ്യം വഹിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വെളിച്ചത്തിൻ്റെ ഫലം എന്താണ്? നമ്മൾ കൂടെ ഓർക്കാറുണ്ടല്ലോ. എഫീസ്യർ 5:10 സകല സൽഗുണവും നീതിയും സത്യവുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞ് നിർത്തട്ടെ. നമുക്ക് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവരായി, ഭാഗ്യവാന്മാരായി ഈ തലമുറയിൽ വ്യത്യസ്തരായി ജീവിച്ച് സാക്ഷ്യം വഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.